നമസ്കാരം. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ പുതിയൊരു തലത്തിലേക്ക് വഴിമാറുമ്പോൾ ആഗോളതലത്തിൽ ചർച്ചയാകുന്നത് ഇറാന്റെ കരുത്തുറ്റ ഹൈബർ ഷെഹാൻ മിസൈലുകളാണ്. അതായത് അമേരിക്കൻ ഇസ്രയേൽ പ്രതിരോധ സംവിധാനങ്ങളെ വരെ വെല്ലുവിളിക്കാൻ ഈ മാധ്യമ ദൂര ബാലിസ്റ്റിക് മിസൈൽ ആധുനിക യുദ്ധതന്ത്രങ്ങളിലെ ഏറ്റവും വലിയ ഭീഷണികളിലൊന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ച് വളരെ കൃത്യതയോടെ ലക്ഷ്യം കാണാൻ കഴിയുന്നതാണ് ഈ മിസൈലിന്റെ പ്രത്യേകത. 1500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലിന് കസിൽ ബ്രേക്കർ അഥവാ കോട്ട തകർപ്പൻ എന്നാണ് അർത്ഥം വരുന്നത്. 550 കിലോഗ്രാം ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഹൈബർ ഷെഹാൻ സാറ്റലൈറ്റ് വഴിയാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ട്രക്കുകളിൽ നിന്നും വളരെ പെട്ടെന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ മിസൈലിന്റെ നിർമ്മാണ ചിലവ് കുറവായതിനാൽ $1 മില്യൺ കിൽ ഷോട്ട് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ശബ്ദത്തെക്കാൾ 8 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുവാനും അവസാന നിമിഷം സഞ്ചാരപാത മാറ്റാനും ഇതിന് കഴിയുന്നുണ്ട്. ജോർദാനിലെ മുഫാഫക് സാൽറ്റി വ്യോമതാവളത്തിൽ അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും നേരെയും ഈ മിസൈൽ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെ വളരെ കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ച ഈ മിസൈൽ ഉപയോഗിച്ച് തകർക്കാൻ കഴിയുന്നത് അമേരിക്കൻ സൈനിക മേധാവികൾക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. അന്താരാഷ്ട്രീയത്തിലും യുദ്ധമുഖത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഈ അത്യാധുനിക ആയുധം വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ സന്തുലിതാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. പ്രതിസന്ധികൾ പുതിയൊരു ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്ന ആശങ്കയും അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. സംഘർഷം ഒഴിവാക്കാൻ നയതന്ത്ര ഇടപെടലുകൾ ശക്തമാക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. സൈനിക നടപടി സ്വീകരിക്കുന്നതിന് പകരം ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തുകയാണ് പ്രാദേശിക സമാധാനത്തിനും ആഗോള സ്ഥിരതയ്ക്കും ഏറ്റവും അനുയോജ്യമായ മാർഗം എന്നാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പൊതുവായ നിലപാട്. സംഘർഷം വ്യാപിപ്പിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനു വേണ്ടി എല്ലാ കക്ഷികളും പരമാവധി ആത്മസംയമനം പാലിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക ഇറാൻ ബന്ധം വീണ്ടും അതീവ നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരു വശത്താകട്ടെ ശക്തമായ മുന്നറിയിപ്പുകളും സൈനിക തയ്യാറെടുപ്പുകളെയും കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അതിനെക്കുറിച്ച് പുറത്തു വരുമ്പോൾ മറുവശത്ത് എന്താണ് നടക്കുന്നത്? നയതന്ത്ര ശ്രമങ്ങൾ തുടരുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ എന്തെങ്കിലും തെറ്റായ കണക്കുകൂട്ടലോ അപ്രതീക്ഷിത സംഭവമോ ഉണ്ടായാൽ അത് സ്വാഭാവികമായും പശ്ചിമേഷ്യയെ മാത്രമല്ല ലോക സമ്പദ് വ്യവസ്ഥയും അന്താരാഷ്ട്ര സുരക്ഷയും വരെ ബാധിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവ വികാസങ്ങൾ ലോകമെമ്പാടും അതീവ ജാഗ്രതയോടും ആശങ്കയോടുമാണ് നിരീക്ഷിക്കുന്നത്.